ഇത് വെള്ളം സാധാരണ വെള്ളം കേട്ടോ. ഞാനൊരു ബോട്ടിൽ കയ്യിൽ കിട്ടിയതെടുത്ത് ഒഴിക്കാനുണ്ട്. അത് പ്രത്യേകിച്ചുള്ള വെള്ളം എന്നല്ല, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ബോൺസായി ഉണ്ടാക്കുന്ന ഒരു മിനിയേച്ചർ ബോൺസായി ഉണ്ട്. വലിയ ബോൺസായി പിന്നെ നമുക്ക് വേണമെങ്കിൽ ആക്കി മാറ്റാം. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു വേറൊരു ബോൺസായിയുടെ മേലിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു പീസുകളാണ്. കുറേ പീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് ജസ്റ്റ് വേര് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വേര് വരുന്നേക്കാൾ മുന്നേ തന്നെ എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കാം എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത്. അത് ഞാൻ നേരത്തെ വേറൊരു ബോൺസായിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തണ്ടുകൾ ഞാനിങ്ങനെ ഒരു പോട്ടിലാക്കിയിട്ട് വെച്ചാണ് കേട്ടോ. പടിയിൽ കുറച്ച് വെള്ളം ഉള്ളൊരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. വേരുകൾ വന്നിട്ടില്ല. വേരുകൾ വരാൻ കുറച്ചൊന്ന് സമയമെടുക്കും. പക്ഷേ എന്തായാലും വേര് വരുന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ അത് വെച്ചിട്ട് നമുക്കതൊരു ബോൺസായി ആക്കി മാറ്റിയെടുക്കാം. ഇത് ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. അത് ചെറിയ പാക്കറ്റുകളൊക്കെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. കടകളിൽ നിന്നും കീടനാശിനികളൊക്കെ വെക്കുന്ന കടകളുണ്ടല്ലോ, അവിടുന്ന് ആൻറ്റി ഫംഗലായിട്ടുള്ള പല പേരുകളിൽ അവൈലബിൾ ആണത്. അപ്പോൾ നമ്മൾ ഈ കത്തിയൊക്കെ ശരിക്ക് സാനിറ്റൈസ് ചെയ്യണം. വേറെ ചെറിയ രീതിയിലുള്ള ഫംഗസ് ബാധൊക്കെ ഉണ്ടാവാതെ എന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. എന്നിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. നല്ല മൂർച്ചയുള്ള കത്തിയായിട്ട് കട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് അതിനത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ആ ഇലയുടെ ഭാഗം ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം അവിടെ വെച്ചത്. ഇതിൽ നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് അങ്ങനെ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളതിൻ്റെ ചെറിയ ഭാഗങ്ങളെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സിമെൻറ്റിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയതായിരുന്നു. ഇത് ലീക്ക ബോൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ചെറിയ ബോൾസാണ് കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല. നല്ല കുറച്ച് തരി വലിപ്പമുള്ള മണലോ അല്ലെങ്കിൽ പൂഴി, ഈ ചെറിയ ചെറിയ കല്ലുകളൊക്കെ മതി കേട്ടോ. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാനത് ഇട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഇനി ഇതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാം. ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആൽമരത്തിൻ്റെ ഒരു തണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയതാണ്. ആൽമരം ബോൺസായിക്ക് ആർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് മെയിൻ്റനൻസ് അതിന് ആവശ്യമുള്ളൂ. വല്ലപ്പോഴൊക്കെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നൊരു സംഗതിയാണിത്. എന്നാലും ഇതിൻ്റെ ഞാൻ മുന്നേ ചെയ്ത ഇതിൻ്റെ ഇതുപോലുള്ള ആൽമരമൊക്കെ ചെയ്തിട്ടുള്ള ലിങ്കുകൾ ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തു വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ.